ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹൈബ്രിഡ് പെറ്റൂണിയാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല ഈ ചെടി, എനിക്കും വളരെയധികം ഇഷ്ടമാണ്. ഞാനിത് എത്ര തവണ എൻ്റെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ കണക്കില്ല കേട്ടോ. അത്ര തവണ മേടിച്ചിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ഹസ്ബൻഡൊക്കെ ചോദിക്കുന്നത് എന്തിനാണ് ഇത് മേടിച്ച് കൊണ്ടുവരുന്നത്, നിനക്കിത് നോക്കാൻ അറിയില്ലല്ലോ. പക്ഷേ എനിക്ക് എന്നാലും ഞാനിത് കണ്ടാൽ, ഈ പൂക്കൾ കണ്ടാൽ എനിക്ക് പിന്നെയും ടെംപ്റ്റേഷനാണ് ഇതൊന്ന് മേടിക്കാം. ഒരുപാട് പേരുടെ അടുത്തൊക്കെ നന്നായിട്ട് ഇരിക്കണ കാണുന്നുണ്ട്, നല്ല ചട്ടി നിറഞ്ഞ് ഇരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും ആയിട്ടില്ലെങ്കിലും എനിക്ക് ഇതൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി എന്നുള്ളൊരു ഒറ്റ കാരണത്താൽ വീണ്ടും വാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇതിൻ്റെ ഒരു 6 കളേഴ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ കാണിക്കാൻ പോകുന്ന പോട്ടിംഗ് മിക്സ് നിങ്ങൾ നോക്കിക്കോളൂ. ഇത് എനിക്ക് എത്രയോ തവണ ചെയ്തിട്ടും എനിക്ക് വളരെ ഫെയിലിയറായിട്ട് ഇത്തവണ എനിക്കിത് രക്ഷപ്പെട്ട് കിട്ടി. ഒരു 4 ചെടി എനിക്ക് രക്ഷപ്പെട്ട് കിട്ടി. 6 എണ്ണത്തിൽ 4 എണ്ണം രക്ഷപ്പെട്ട് കിട്ടി. അപ്പം ആ ഒരു എനിക്ക് തന്ന ചേച്ചി, അതായത് ഞാൻ വഴിയിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കളേഴ്സ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടെംപ്റ്റേഷനാണ്. അപ്പോൾ അവർ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ചെടി നോക്കി എടുത്ത് തന്നു. എന്നാലും 1-2 ചെടിക്കൊരു വാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു വാട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് നട്ടത്. അപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റേജാണ്. അപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ വെള്ളം വല്ലാതെ കൊടുത്തിട്ടില്ല. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം നിങ്ങൾ കൂടുതലായിട്ട് ഒഴിക്കേണ്ട, അതുകൊണ്ടാണ് ഇത് ചീത്തയാവുന്നത്, വെള്ളം ഒഴിച്ചിട്ടാണ്. പിന്നെ നിങ്ങളുടെ പോട്ടിംഗ് മിക്സും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ പോട്ടിംഗ് മിക്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മഴ സമയത്ത് കൂടിയാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ മേടിക്കുമ്പോൾ തന്നെ അവിടെ വേറൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു. നിങ്ങളല്ലാതെ ഈ പെറ്റൂണി ഈ ഒരു സമയത്ത് മേടിക്കുമെന്ന് വേറൊന്നും ചോദിച്ചു. പക്ഷേ എന്നിട്ടും ഞാൻ അതൊന്നും വകവയ്ക്കാതെ ഞാൻ മേടിച്ചു. എനിക്കിതൊന്നും അറിയാൻ വേണ്ടിയിട്ട് അത് എങ്ങനെയാണ് അത് രക്ഷപ്പെടും. അപ്പോൾ ആ ഒരു ചേച്ചി പറഞ്ഞു തന്ന പ്രകാരം മണലും മണ്ണും അതായത് ഈക്വൽ പ്രൊപ്പോർഷനിൽ, അപ്പോൾ ഞാൻ ഏകദേശം 35% എടുത്തിട്ടുള്ളത്. മണ്ണും മണലും ഈക്വലായിട്ട്, അതായത് ടോട്ടൽ 70%. പിന്നെ 20% കമ്പോസ്റ്റ് എന്നല്ലാതെ ഞാൻ എടുത്തിട്ടുള്ളത് ചാണകമാണ് കേട്ടോ. അത് വലിയ കുഴപ്പമില്ല, വല്ലാതെയുള്ള പ്രശ്നങ്ങളൊന്നും അതിന് വരില്ല. പിന്നെ ഒരു 10%, അതായത് ഒരു ചട്ടിയിലേക്ക് ഒരു പിടി എന്നുള്ളൊരു കണക്കിലാണ് ഞാൻ ചകിരിച്ചോറ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചകിരിച്ചോറ് ഇട്ടോളണമെന്നില്ല. അപ്പോൾ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചകിരിച്ചോറ് ഇട്ടോളണമെന്നില്ല, നിങ്ങൾ നനയൊന്ന് ഡ്രൈ ആകുമ്പോൾ ഒന്ന് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ചകിരിച്ചോറ് ഇട്ടാൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ ഒരു പിടിയേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതായത് ഒരു 10% നിങ്ങൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. പിന്നെ നിങ്ങൾ നോക്കിക്കുക, ഇത് കീറിയപ്പോൾ തന്നെ ഇതിൻ്റെ മെയിൻ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെന്താ വെച്ചാൽ ചെടി നല്ല ഗ്രീൻ കളറാണോ, നല്ല ഹെൽത്തി ആണോ എന്ന് ആദ്യം നോക്കുക. പിന്നെ ഇതിൻ്റെ മണ്ണൊന്ന് നോക്കുക. വല്ലാത്ത കളിമണ്ണ് പോലത്തെ മണ്ണാണെങ്കിൽ നിങ്ങൾ കഴിയുന്നത് മേടിക്കാതിരിക്കുക, അത് നഷ്ടപ്പെട്ടു പോകും, നമുക്കത് കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ വേരുകൾ വളരെ മൈന്യൂട്ടാണ്. അപ്പോൾ വല്ലാതെ ശക്തിയായിട്ടുള്ള വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കാത്തതാണ് ആദ്യം നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ ഓരോരോ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ നല്ലോണം വളങ്ങളൊക്കെ കൊടുത്തിട്ട് എൻ്റെത് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം വല്ലാതെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള വളങ്ങൾ ചേർക്കണ്ട. അതിന് പകരം കുറച്ച് ചാണകപ്പൊടി മാത്രം വളമായിട്ട് കൊടുത്താൽ മതി. ഒരു പിടി ചകിരിച്ചോറ്, അതിൽ കൂടുതൽ വേണ്ടത് കേട്ടോ. എന്താ പറയുന്നത് വെച്ചാൽ 3 ചെടി, ഇതിലുള്ള 6 എണ്ണത്തിൽ 3 ചെടി ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്ന ഈ ഒരു പോട്ടിംഗ് മിക്സ് ആണ് ചെയ്തിട്ടുള്ളത്. 3 ചെടി, ബാക്കി 3 ചെടി ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടിയും ചകിരിച്ചോറ്, അതായത് ഒരു 2-3 പിടി കൂടി ചകിരിച്ചോറ് ഞാൻ അതിലിട്ടു. പക്ഷേ അതിൽ 2 നഷ്ടപ്പെട്ടു, 1 നഷ്ടപ്പെടാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ചകിരിച്ചോറ് കൂടുമ്പോഴാണ് എനിക്ക് തോന്നുക ഇത് കേടായി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസിങ് നമ്മൾ ശ്രദ്ധിക്കണം, വെള്ളം കൊടുക്കുന്ന രീതിയും. അപ്പോൾ കഴിയുന്നതും നമ്മൾ ചകിരിച്ചോറ് കൂട്ടാതിരിക്കുക. ഓക്കെ, നടുമ്പം കഴിയുന്നതും വേരൊന്നും കേടാവാത്ത രീതിയിൽ, അതായത് കഴിയുന്നതും ആ മണ്ണ് പോക്കണ്ട നിങ്ങൾ ഡയറക്റ്റ്. ഇപ്പം നിങ്ങൾ കണ്ട പോലെ തന്നെ ഡയറക്റ്റ് വെച്ച് കൊടുത്തത് പൊടിക്കാൻ നിൽക്കണ്ട നിങ്ങൾ. മണ്ണ് പൊടിച്ചാൽ ചിലപ്പം അതിൻ്റെ വേര് അങ്ങോട്ട് ശരിയാവില്ല. വേര് മറ്റു മണ്ണായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പം ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇങ്ങനെ നട്ടതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം കൊടുക്കണം, അത് നിർബന്ധമാണ്. ഡെയിലി വെള്ളം കൊടുക്കണമെന്നുള്ളത് നമ്മളെ തീരുമാനിക്കുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ണ് കണ്ടാൽ തന്നെ അറിയാം, ഡ്രൈ ആയാൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഇതായിപ്പോൾ ഇങ്ങനെ നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കുക. എന്ന് വെച്ചാൽ തണലത്ത് കൊണ്ട് വെക്കരുത്, അല്ലെങ്കിൽ തണലത്തല്ല ഇങ്ങനെ ഭയങ്കര ഷെയ്ഡുള്ള സ്ഥലത്ത്, ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കരുത്. ആവശ്യത്തിന് അതിന് വെളിച്ചം വേണം. ഇത് കണ്ടോ, അത് കുറച്ച് വാട്ടുണ്ട്. അപ്പോൾ മൂപ്പര് രക്ഷപ്പെടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം ഏതൊക്കെ ചെടിയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റേജാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താ വെച്ചാൽ എൻ്റെ ചെടി ഈ പ്രത്യേകിച്ച് ഹൈബ്രിഡ് പെറ്റൂണിയാസ് നട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും നിലനിൽക്കില്ല. അതാണ് ഏറ്റവും വലിയൊരു സത്യം. ഇതിലിപ്പം നിങ്ങൾക്ക് ഒരുപാട് പൂക്കളൊന്നും കാണിച്ചു തരാൻ എനിക്കില്ല. ഇത് ജസ്റ്റ് ഒരാഴ്ചത്തെ ഒരു അപ്ഡേറ്റ് ആണ്, 1 or 2 weeks അത്രയേ ഉള്ളൂ. ആ ഒരു അപ്ഡേറ്റാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എത്ര കാലം ഇത് മേടിക്കണു, ഇത്രയും കാലം എനിക്ക് ഇതുവരെ ഇത് നിലനിന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ചെടി കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ആ റെഡാണ് പോയിട്ടുള്ളത്. ഇതും ഞാൻ പറഞ്ഞില്ലേ, ഇതും ഞാൻ ആ പോട്ടിംഗ് മിക്സിൽ കുറച്ച് ചകിരിച്ചോറ് കൂട്ടിയതാണ്. ഇത് മിക്കവാറും പോകാൻ ചാൻസ് ഉണ്ട്. ഒരു വാട്ടം കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്, പക്ഷേ നിലനിൽക്കുമായിരിക്കും. ഞാൻ വെള്ളം തീരെ കൊടുക്കുന്നില്ല അതിന്. പക്ഷേ ഈ ബാക്കിയുള്ള ചെടികൾ കംപ്ലീറ്റ് ആയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്.
ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഞാൻ കാണിക്കുന്ന ഈ 3 ചെടികളിലും വളരെ ഡ്രൈ ആണ് മണ്ണ്. അതായത് ഇത്രയും ഡ്രൈ ആയിട്ടും ചെടിക്ക് വലിയ വാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ പോട്ടിംഗ് മിക്സ് കറക്റ്റ് ആയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ വെള്ളം കൊടുത്തതും വളരെ കറക്റ്റ് ആയിട്ടുണ്ട്. ഈ ചെടി നിങ്ങൾ വലുപ്പം നോക്കണ്ട, ചെറുതാണ്, പക്ഷേ അതിന് നല്ല ഹെൽത്തിയാണ് ആ ചെടി. ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ വൈറ്റും വളരെ ഹെൽത്തിയാണ്. അതിൻ്റെ മണ്ണ് നോക്കിക്ക് കംപ്ലീറ്റ് ഡ്രൈ ആണ്, പക്ഷേ വലിയ കുഴപ്പമില്ലാതെ ചെടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം തന്നെയാണ് ഇതിൽ പ്രധാനം. പിന്നെ പോട്ടിംഗ് മിക്സ്, പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ചെടികൾ, വളരെ ഉഷാറുള്ള ചെടികൾ നോക്കി വെക്കുക. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 4 ചെടിയാണ്. ആ വയലറ്റ് ചെടിയാണ് കുറച്ച് ചകിരിച്ചോറ് ഞാൻ കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വെള്ളം കൊടുക്കുന്നത് കുറച്ച് കുറയ്ക്കണം ഞാൻ. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി പുതുതായിട്ട് ചെടി വാങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, തീർച്ചയായിട്ടും ഈ പോട്ടിംഗ് മിക്സിൻ്റെ കാര്യം നിങ്ങൾ കൂടുതലായിട്ട് ചകിരിച്ചോറ് കൂട്ടാതിരിക്കുക. ഞാൻ എത്രയോ തവണ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ നല്ല നല്ല കളേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്, അതായത് ഒരാഴ്ചത്തെ അപ്ഡേറ്റ് പോലും എനിക്ക് തരാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എൻ്റെ അത് കംപ്ലീറ്റ് ആയിട്ട് ചീഞ്ഞു പോയി. ഞാൻ അതിൻ്റെ അകത്ത് കൂടുതൽ ചകിരിച്ചോറും നല്ല കമ്പോസ്റ്റും എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് കേടായിപ്പോയി. അപ്പോൾ ഒരിക്കലും എനിക്ക് അപ്ഡേറ്റ് തരാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ ഞാനത് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് പൂക്കളോ കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാനില്ല. ഞാനൊരു വളരെ തുടക്കക്കാരത്തിയാണ് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ചെടീൻ്റെ കാര്യത്തിൽ വളരെ വലിയൊരു ബിഗിനറാണ് ഞാൻ. എത്രയോ തവണ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കതിൻ്റെ പോട്ടിംഗ് മിക്സ് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്തവണ ഇത് സക്സസ്ഫുൾ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ ഈ ചെടി വാങ്ങാത്തവരായിട്ട് ആരുമില്ല, ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടും വൺ ഫെയിലിയറാണ്. ഇതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മിനിയേച്ചർ പെറ്റൂണിയ കൂടി വാങ്ങിയിട്ടുണ്ട്, 2 കളേഴ്സ്, ഒരു വയലറ്റും ഒരു വൈറ്റും. അത് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നോക്കാം. അത് ഞാനിങ്ങനെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ആയിട്ട് പറയും. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് പറയാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ കുഞ്ഞ് അപ്ഡേറ്റ് ആയിരുന്നു, പക്ഷേ എന്നാലും മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആകും. എന്താ വെച്ചാൽ എപ്പോഴും ഈ ഒരു ചെടി വാങ്ങിയിട്ട് എനിക്കിത് പിടിച്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇത് ശരിയാവുന്നില്ല എന്ന് പറയുന്നവർക്കുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താക്കുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.